രാവിലെ നമ്മൾ പറയും മഴയെപ്പറ്റിയുള്ള പ്രതീക്ഷയെല്ലാം വിട്ടെന്നൊക്കെ, എന്നിട്ടുണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു മഴക്കാറും 2-3 തുള്ളിയൊക്കെ വീഴുമ്പോഴത്തേനും നമ്മൾ ഓർക്കും ഇന്ന് ചിലപ്പോൾ പെയ്യുമായിരിക്കുമെന്നേ. പക്ഷേ ഉണ്ടല്ലോ ഒന്നും സംഭവിക്കുകയില്ല. രണ്ട് ചെരുപ്പം മേടിച്ചു കൊടുത്തോണ്ട് പറയാം ചെരുപ്പില്ലെന്ന്. കണ്ടോ കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ടോ ആ ചെരുപ്പ്? ആ ചെരുപ്പല്ലേ? പാലൊക്കെ ശ്യാമളമ്മയോട് വല്ലതും പറയാം. അത് നാരായണി പാലെടുക്കണം. അപ്പേ നീ അങ്ങ് എടുത്തോണ്ട് വാ. അമ്മ ചിലപ്പോ ഇന്ന് വരുന്നില്ല എന്നെ ചെയ്യും. അമ്മയുടെ കാര്യമല്ല, നീ എടുത്തോണ്ട് വന്നാ മതി അല്ലേ അപ്പേ? മോനിങ് എടുത്തോണ്ട് വാ. ശ്യാമളമ്മ ചിലപ്പോ എപ്പോഴാ വരുന്ന പറയാൻ പറ്റില്ല. ചില സമയം രാവിലെ വിളിച്ചിട്ട് പറയാം ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് പറയും. നീ ആ വഴിയല്ലേ കുഞ്ഞെ വരുന്നത്? ഈ വഴി വരുന്നതാണോ? വേണ്ട, ഇന്ന് ഈ വഴി വാ. രണ്ടും കയറ്റമല്ലേ കുഞ്ഞെ? രണ്ടും കയറ്റമല്ലേ? വേണ്ട, നീ നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് നീ പാലെടുത്ത് വന്നാൽ മതി. ഇത് വൃത്തി. നിന്നെ അവിടം വരെ പോയിട്ട് ഓടുന്നേ? കോഴിയെ കാണാൻ വന്നതാണോ? ദോശ ഒന്നുമില്ല, പല്ല് തേക്കണം, കുളിക്കണം. എന്നിട്ട് വന്നതല്ലേ ഉള്ളൂ. കടിച്ചു തിന്നാനോ? പിന്നെ ദോശ പിന്നെ എങ്ങനെയാ തിന്നുന്നേ? വേണം ഇച്ചിരി നേരം ഗൂഗിൾ പോയി കണ്ടോ. ഞാൻ വന്ന് പല്ല് തേക്കണം, കുളിപ്പിക്കണം. ദോശയോ? നീ പല്ല് തേച്ചോ? കൂടെ പോയിക്കേ. സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ ചോദിക്കും. പല്ലൊക്കെ തേക്കാതാണ് ആഹാരം കഴിക്കുന്നേ. ചിട്ടയൊക്കെ അങ്ങ് മാറ്റിക്കോ. ചെല്ലേ, അപ്പ വിളിക്കുന്നു. അപ്പ വിളിക്കുന്നു. എൻ്റെ ദോശ കഴിഞ്ഞു. ദോശ വേണം. ആദ്യം അദ്ദേഹത്തെ സിന്ദൂരം എല്ലാം കൂടെ ഒന്ന് കഴുകിക്കളയണം. എൻ്റെ ദോശ കരിഞ്ഞോ? ചേട്ടാ ഇതിനെ ഓഫാക്കിയില്ലേ? ഇത്രയും കട്ടിക്കല്ല വെക്കണ്ട കേട്ടോ. ദോശ ഭയങ്കര കട്ടിക്ക് അട പോലെ പോയി. എന്താ ദോശ നീ കണ്ടോ? കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ അപ്പുറം കാണാം. ഇങ്ങനെ നോക്കിയാല് കീഴ്ത്തേക്കൂടെ ഞാൻ കൊടുത്തോട്ടെ. ടാങ്കൊക്കെ വെച്ച് മോട്ടറൊക്കെ വെച്ച് വെള്ളമൊക്കെ അടിച്ച് കയറ്റി ചെടികളുടെ എല്ലാം ചുവട്ടിലെല്ലാം വരെ വയറൊക്കെ ഇട്ട് ഓസൊക്കെ ഇട്ട് എന്നിട്ട് വെള്ളം എത്തിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു. പക്ഷേ ഇതുവരെ വെള്ളം അടിക്കുന്നത് കണ്ടില്ല. എന്നിട്ടെല്ലാം ചെടിയെല്ലാം കരിഞ്ഞു പോകാൻ തുടങ്ങി. ശ്യാമളമ്മേ, ചോറിനോടി ദോശ ഒന്നോ പോയാലേ? പരീക്ഷ എങ്ങനെയായിരുന്നു? നീ പാടായിരുന്നോ? പിന്നെ ഇത് നീ എല്ലാ പരീക്ഷയ്ക്കും പറയുന്നല്ലേടി? തോറ്റുപോയ പരീക്ഷയ്ക്ക് ഒരു എളുപ്പമെന്ന് പറയുന്നുള്ളല്ലേ നീ? എന്റെ തന്നെ സൂപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കിട്ടും നിനക്കിട്ട്, കിട്ടും നിനക്കിട്ട്. നിനക്ക് വിശക്കും. ഇതൊക്കെ കിട്ടുമ്പോ നിനക്കിട്ട് വിശക്കും. വഴക്ക് പറയുമ്പോ 1.5 വിശപ്പാ.
സോറി അപ്പ എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് വള്ളി കാണുന്നില്ല. വള്ളി ഇതുണ്ടോ കോന്തിനെ കണ്ടോ? കോന്തിനെ എവിടെ നിർത്തി പോയി. പാല് സാപ്പാട് അപ്പണോ എന്നിട്ടാണ് കാച്ചാത്ത റേഷൻ മേടിച്ചിട്ട് 1 മണിക്കൂറായി. നാരങ്ങ വെള്ളം കുടിക്കാൻ 1 മണിക്കൂർ വേണോ? സിനിമയ്ക്ക് വല്ലതും കയറി കാണും. വൈകിട്ട് വരുമായിരിക്കും. എപ്പോൾ പോയതാ? ഓ എന്നാ മേടിക്കാൻ? റേഷൻ മേടിച്ചിട്ട് ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞ് സപ്ലൈക്കോയിലും കയറിയത്. അതെല്ലാം പൈസ അടച്ച എനിക്കറിയാമല്ലോ സമയം. അത് കഴിഞ്ഞിട്ട് മണിക്കൂറൊന്നായി. വേറെ ഇതിലേ പോയി രണ്ടും കൂടെ. കാശ് കിട്ടിക്കാണ് ശമ്പളമ്മയ്ക്ക് ജയച്ചാച്ചൻ്റെ നിന്ന്. അതിന് തീർത്തിട്ടേ വരത്തുള്ളായിരിക്കും. കഴിഞ്ഞ ദിവസം കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇന്നല്ലേ ഇറങ്ങുന്ന വെളിയിൽ. അവിടെ അല്ലായിരുന്നോ? ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഇത് ബേക്കർ സാധനമല്ല. ഒരു സക്കര വാടാ ചക്കടു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ചോദ്യം എളുപ്പമായിരുന്നു. അതോ ചോദ്യം എളുപ്പമായിരുന്നു. ഈ തട്ടിയുടെ ചിരി ഇരിക്കല്ലേ കേട്ടോ. പിന്നെ ഈ അരി എന്തൂരോ? പട്ടിപ്പാല് തപ്പി ഞങ്ങൾ എപ്പോഴേലും പോകും. പട്ടിപ്പാല് അവരൊന്നില്ല. അത് അവരുടെ ആവശ്യമായിട്ട് വെച്ചേക്കുന്നല്ലേ. ഒന്നും കിട്ടിയില്ല. ഷെയ്ക്കൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാറുന്നല്ലേ. അപ്പനത് പറ്റി. ഇതൊക്കെ എന്നാ കൈയൊക്കെ എന്ത് പറ്റി നിന്റെ? ഇതൊക്കെ പൊക്കപ്പി കുട്ടി. അത് ശ്യാമളമ്മയ്ക്ക് പൊങ്കാലിക്ക് പോകാനും പിന്നെ പിന്നീട് വയനാട്ടിൽ പോകാൻ വേണ്ടി മാത്രമുള്ള താൽക്കാലികമായി ആ പൂക്കളുള്ള ഒരു ദിവസം പ്രാവശ്യം ഉപയോഗിക്കുള്ളൂ. ഇത് ഒരു പ്രാവശ്യം അത് പോയി എപ്പോഴും എവിടെ അതിന് ഉപയോഗിച്ചില്ല. പൊങ്കാലിക്ക് പോകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ബാഗ്. പിന്നെ വയനാട്ടിൽ അടുത്ത മാസം പോകുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. അപ്പോഴും വേണ്ടി ബാഗ്. കാശുള്ളവർക്ക് എന്നാടി ആവത്തില്ലാത്ത? കുറച്ച് കടം ചോദിച്ചാൽ പോലും തരത്തുമില്ല. അത് പച്ചരി ഉണ്ട്. തേങ്ങ കൂടൊന്നും കളഞ്ഞേക്കല്ലോ. തേങ്ങ അത് മാങ്ങ. തേങ്ങ ഒന്നും വേണ്ട. തേങ്ങ വേണ്ടേ? പച്ചരി തേങ്ങ വേണ്ടേ? എൻ്റെ പൊന്നമ്മ എടുത്ത്
മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുക ശാംഭവിയൊക്കെ. ഇവിടെ ചെറിയാഞ്ചേട്ടന് പോലും വണ്ടിയും കൊണ്ട് വരാനുള്ള സ്വാതന്ത്ര്യമില്ല. എടി ഇതൊക്കെ ചുമ്മാ പറ്റീര് മഴ, ഇതൊന്നും പെയ്യത്തില്ല, ചുമ്മാ അങ്ങ് പോത്തേ ഉള്ളൂ. ഇപ്പോഴാണ് ചായ എടുത്തിരുന്നെങ്കിൽ കുടിക്കാൻ എന്ത് രസമായിരുന്നു. പറഞ്ഞതാണോ എന്നാ ഇപ്പൊ കൊണ്ടുവന്നാ മതിയായിരുന്നു ചായ. നിങ്ങൾ തന്നെ നേരത്തെ വന്നേ, താമസിച്ചു വന്നപ്പോ. ഞാനല്ലേ ചായ കൊണ്ടുവന്നേ? അല്ല, അത് കാച്ചി വെക്കാണ്. ഇപ്പൊ ചായ കുടിച്ചാ പോരായിരുന്നോ? ചായ ഇട്ട് തരട്ടെ? പോയാടേ, നിനക്ക് അവിടെ എടുത്തു വെച്ചേക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ കഴിച്ചാ മതി, നിർബന്ധമായിരുന്നു. അവിടെ പട്ടി എന്ത്? ആ, ഞാൻ അവിടെ പോയി നോക്കട്ടെ. അല്ല, നീ ഇവിടെ പോവാ. നോക്കിക്കോണേ, കോഴി നിൽക്കുന്നുണ്ടോ അവിടെ നിന്ന്? കേട്ടോ, നല്ല അനുസരണമുള്ള കോഴി. ഞാൻ എന്തായാലും ഇപ്പം ചിന്ത മൊത്തത്തിരിങ്ങി പോരും എല്ലാം കൂടെ. മഴ ഒരുമാതിരി പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചീന വെള്ളമാണല്ലോ. നല്ലതായിട്ടൊന്ന് പെയ്താൽ മതിയായിരുന്നു. അതിനിടയ്ക്ക് കോഴിയുടെ ലീലാവിലാസങ്ങൾ നോക്ക്. കൊണ്ടോ കൊണ്ടോ. ചെടിയൊക്കെ നല്ല ഒരുമായി നനയല്ലോ മതി. കരിഞ്ഞ് ഉണങ്ങിയിരിക്കായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആക്കിയല്ലേ? വെള്ളം വീഴാറായില്ലേ? അതിനിടയ്ക്ക് കോഴി മഴ പെയ്യുന്നത്. കോഴിയാണ് ഈ അടുക്കളയിൽ ഓടിക്കാൻ പറ്റും, എല്ലാം കൂടെ തട്ടി മറിച്ചിടും അത്. ദൈവമേ, മഴവെള്ളം കൊണ്ടിട്ട് ചൊറിയുന്നു. മഴവെള്ളം ദേഹത്ത് വീണിട്ടേ ചൊറിയുന്നു. വിളിച്ചോന്നോ? ദേഹത്ത് വീണിട്ട് ചൊറിയുന്നു. എന്തുവാ എന്നാ? പിന്നെ ഇവിടെ മഴ പെയ്യുമ്പോഴാ പടം. പടമൊക്കെ പിന്നെ വെക്കാം. അവിടെ ഇപ്പം അങ്ങോട്ട് പോയതല്ലേ, ഇനി അവിടെ ഇരുന്നാച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലേ അവിടെ നിൽക്കാൻ. അവിടെ ഒന്നും ഒരിടത്ത് നിൽക്കണ്ട. അവിടെ ഒന്നും ആദ്യത്തെ മഴയൊന്നും കൊള്ളത്തില്ല. തല വേണം എടുക്കാം.
ഇതോ ശ്യാമളമ്മയുടെ കൂടെ. കാതോട് കാതോരം. എന്നാ ശാരാണി നടക്കുവാ. മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞ്, നല്ലപോലെ മണ്ണ് പോലും നനഞ്ഞില്ല. അപ്പുറത്തേതോ ഒരു മലയിൽ മഴ പെയ്യുന്ന ശബ്ദം കേൾക്കാം. മഴ തന്നെയാണോ അത്? ഇവിടെ പെയ്യാതെ അങ്ങനെ അവിടെ പെയ്യൂ? അവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്, ഒന്നും കാണത്തില്ലല്ലേ. ഇരുട്ടാ. മഴയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്തും, അത്ര ശക്തി അത്. ഇവിടെ ഇല്ല, ഇവിടെ ഭയങ്കര ശബ്ദം. മഴയാ. ഇതിനകത്ത് കേൾക്കാമെന്നറിയത്തില്ല. സൂപ്പർ ശബ്ദമാണ്. ശബ്ദം കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. പക്ഷെ മഴയില്ല. ഇതെന്നെ അവസ്ഥയാ. കേൾക്കാമെന്തോ. ഉണ്ടോ ആ ഭാഗത്തുനിന്നാണ്. അങ്ങനെ ഉണ്ട്, പെയ്ത് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ടാണ്. ആ അതെ, പഴയ കേട്ടോ, വരുന്നുണ്ട്. ഉണ്ടോ ചെറിയ തുള്ളികൾ വീഴാൻ. അതല്ലേ. പക്ഷെ ഇവിടുന്ന് ഒരു മഴയില്ല. ഈ വേനൽ മഴ ഇങ്ങനെ പെയ്ത് കണ്ടിട്ടില്ല. ഭയങ്കര ശബ്ദം കൂടിക്കൂടി വരുന്നു. നല്ല മഴ വരുന്നതാണോ എന്നറിയത്തില്ലോ. ആ കൂടുന്നു, അവിടെ മങ്ങുന്നുണ്ട് കൂടുതൽ. ഇങ്ങോട്ടാ വരുന്നതെന്ന് പക്ഷെ കഴിഞ്ഞ ദിവസം കാറ്റ് വരുകൂടി. മഴ പെയ്യുവാണെങ്കിൽ കാറ്റ് വരും. ഇത് കറങ്ങുന്നില്ല കേട്ടോ. നല്ല കട്ടിയാണല്ലോ. അതിന് മഴ പെയ്തില്ലല്ലോ ഇവിടെ. ഇവിടെ ഒരു വിഷയമില്ല നിൽക്കുന്നത്. അത് ഞാൻ മഴ പെയ്ത് കഴിഞ്ഞ് പോയി നോക്കാം. എത്ര നേരമായി ഒച്ച കേൾക്കുന്നു? പെയ്യുന്നില്ല. അതെ അതെ, ഇപ്പം 10 മിനിറ്റ് ആയെന്ന് തോന്നുന്നു അവിടെ പെയ്യാൻ തുടങ്ങിയിട്ട്. മഴയുടെ ശബ്ദം അടുത്തടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എത്തി. എടാ ഇത്ര നേരം എടുത്തു നോക്കി ഇവിടെ വരാൻ. അതിനത്ര പയ്യെ വരുന്നല്ലേ? സാധാരണ പെട്ടെന്ന് ഇങ്ങനെ വരുന്നല്ലേ? വന്നത് ഇവിടെ അത്ര കട്ടിക്ക് വരുന്നില്ലല്ലോ. ഇവിടെ ഇവിടെ ശക്തി ആയില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനിയിപ്പോ വല്ല വെക്കാനുണ്ടോ കേട്ടോ അവിടെയൊക്കെ? ഇതെല്ലാം വെക്കണം. ഓ വെക്കാനൊന്നും വേണ്ട. ഇപ്പൊ മറ്റേ കുളത്തിലാവുമെന്ന് നോക്കണം. കണ്ടോ കാറ്റ്? ഇത് പിടിച്ചോ. നല്ല മഴ. എങ്ങനെ വേണം മഴ പെയ്യാൻ? മാതിരി വേണം പെയ്യാൻ. പെരിച്ചിലടിക്കുന്നു. പടം വെക്കുന്നു പൊക്കെ. ഇവിടെ മഴ പെയ്യുമ്പോഴാണോ പടം? അപ്പം ഇറങ്ങി ഇതുപോലെ പെയ്യണം. ഇതുപോലൊക്കെ ഒരു അരമണിക്കൂർ പെയ്താലും കുറച്ച് വെള്ളം
ടാങ്കിൽ കിട്ടും കേട്ടോ. ശമ്പു കേട്ടോ അപ്പോൾ പോന്നു. സിംബ സിംബ കടന്ന് ചുമ്മാ അലമ്പല്ലേ സിംബ. വല്ലപ്പോഴും ഒരു മഴ കിട്ടുന്നത്. നിനക്ക് എന്നാടാ? അയ്യോ വെള്ളം പോകുന്നുണ്ടല്ലോ അമ്മ. വെള്ളം അവിടെ ഒന്ന് വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി. അതിനകത്താണോ വീഴുന്നേ? അല്ല, ആ മുക്കി വെച്ചാൽ മതി. ആ മുക്കിലാണോ വീഴുന്നേ? അവിടെ വെക്കണ്ടേ? എനിക്കിത് നനയാൻ വയ്യ. ഞാനുള്ള ആദ്യത്തെ വെള്ളം മൊത്തം മഴ മൊത്തം നനഞ്ഞു. അത് മതി. എന്നാ മോനെ, എന്നാടി ഇറങ്ങാനാണോ? മഴയാ. അവിടെ ഇരുന്നോ. ആ മൂപ്പങ്ങ് പോയെന്ന് തോന്നുന്നു. ഇല്ലല്ലേ, നമുക്ക് പറഞ്ഞു കൊടുത്താലോ മഴ എന്താണെന്ന്. എന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇതെന്റെ പൊന്നെന്തി ശംഭു, കിട്ടിയ സമയത്ത് അമ്മയുടെ ഫോൺ എടുക്കുന്നുണ്ടോ മോ? അമ്മ അമ്മ ഫോൺ എടുക്കുന്നു. എമർജൻസി കോൾ വിളിക്കുക പരിപാടി. നല്ല തല്ല് തരുവാ ഞാനേ. തല്ലിന്ന് പറയല്ലോ. പെട്ടെന്നൊരു മഴ. ഇച്ചിരി ശക്തി ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ പെയ്ത പോലെ ഇവിടെ പെയ്തില്ല. അവിടെ കുറേ നേരം പെയ്തുകൊണ്ടിരിക്കുന്ന ഒച്ച കേട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ തന്നെ അത് അങ്ങനൊന്നും പെയ്തില്ല. പെട്ടെന്ന് അങ്ങ് പെയ്ത് മാറി. പിന്നെ താഴത്തെ പുള്ളി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് വെള്ളം വേണമെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കുത്തിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ശകലം വെള്ളം കയറുമായിരിക്കും ഇതിനകത്തോട്ട്. നമ്മുടെ കുളത്തിനകത്തോട്ട് ശകലം വീഴുക മേളിൽ നിന്ന്. അവരുടെ വരപ്പുറത്തുനിന്ന് പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുത്തിയിട്ടിട്ടുണ്ട്.